2019 DRുമായി ബന്ധപ്പെടുത്തി ഡിയർനെസ് റിലീഫുമായി ക്ഷാമ ആശ്വാസവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് വലിയ പ്രതികരണമാണ് ഉണ്ടായത്. നിരവധി ആളുകൾ എനിക്ക് മെസ്സേജുകൾ അയച്ചു, ഒരുപാട് ആളുകൾ ഒരു ഓർഡർ അയച്ചിട്ടുണ്ട്. ആ ഓർഡർ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തിരുവനന്തപുരത്തിൻ്റെ അഡീഷണൽ ബെഞ്ച് എറണാകുളത്തിൻ്റേതാണ് ആ ഓർഡർ. അവിടെ ആ ഓർഡറിൽ പ്രസൻ്റ് ആയിരിക്കുന്നത് ഹോണറബിൾ മിസ്സിസ് MR ശ്രീലത ജുഡീഷ്യൽ മെമ്പറാണത് ഇരുന്നത്. ഉത്തരവ് വന്നിരിക്കുന്നത് 7 ഏപ്രിൽ 7 2026 എന്ന് പറഞ്ഞാൽ ഒരു മാസം ആയി ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ആ ഉത്തരവ് പ്രകാരം OA എറണാകുളം 413/2026 ആണ്. അതിനകത്ത് ആപ്ലിക്കൻസ് ആയിട്ടുള്ളത്, പരാതി കൊടുത്തിരിക്കുന്നത് 2 പേരാണ്. ഒന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അതിൻ്റെ പ്രസിഡന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് KV മുരളീധരൻ, ഏജ്ഡ് 66 വയസ്സ് എന്ന് പറയുന്ന മറ്റൊരാൾ കൂടി, റിട്ടയേർഡ് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, 2 പേര് കൂടിയാണ് കേസ് കൊടുത്തത്. അഡ്വക്കേറ്റ് ഡോക്ടർ സതീശൻ വഴിയാണ് ആ കേസ് പോയത്. ആ കേസിലെ റെസ്പോണ്ടൻ്റായിട്ട് വച്ചിരുന്നത് ചീഫ് സെക്രട്ടറിയാണ്. സ്വാഭാവികമായിട്ട് ചീഫ് സെക്രട്ടറി ആണല്ലോ, നമ്മൾ എപ്പോഴും ഗവൺമെൻറ്റിനെതിരെ കേസ് കൊടുക്കുമ്പോൾ ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറിയെ വെച്ചു. അതുപോലെ തന്നെ സെക്രട്ടറി ഫിനാൻസ് പെൻഷൻ BAയും കൂടി കാണിച്ചിരുന്നു. അത് കറക്റ്റായിട്ട് കോടതി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇത് കേൾക്കുകയും അവർക്ക് കൊടുക്കാനുള്ള ഒരു DR 3 മാസത്തിനകം, അതായത് ഒറിജിനൽ ആപ്ലിക്കേഷൻ ഈസ് ഡിസ്പോസ്ഡ് ഓഫ് ഡയറക്റ്റിംഗ് ദി സെക്കൻഡ് റെസ്പോണ്ടൻ്റ് ടു ദ സെക്കൻഡ് റെസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ഫിനാൻസ് പെൻഷൻ ബിയുടെ റെസ്പോണ്ടൻ്റായിട്ടുള്ള ആളുകൾ കൺസിഡർ ദ പെറ്റിഷൻ ആൻഡ് പാസ് ഓർഡേഴ്സ് ഓൺ അനക്സർ A3 വിത്തിൻ എ പീരീഡ് ഓഫ് 3 months. 3 മാസത്തിനകം കൺസിഡർ ചെയ്യുകയും ഓർഡർ പാസ്സാക്കുകയും വേണം. അനക്സർ 3 എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അതായത് 3/1/2026 ജനുവരി മാസം 3-ാം തീയതി 2026 ജനുവരി മാസം 1-ാം തീയതി 3-ാം തീയതി ഇവർ കൊടുത്ത റെപ്രസെൻറ്റേഷൻ ഉണ്ട്. നമ്മുടെ അതായത് സർവീസ് പെൻഷനേഴ്സുകാർ കൊടുത്തിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അത് നോക്കിയിട്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ വളരെ കൃത്യമായൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. ആ ഉത്തരവ് പ്രകാരം നമുക്ക് കൃത്യമായി 3 മാസത്തിനകം കൊടുക്കണമെന്നാണ്. ഈ ഉത്തരവ് വച്ചുകൊണ്ട് പല ആളുകളും ഈ ഉത്തരവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ട്രഷറിയിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഏപ്രിൽ 1 മുതൽ കിട്ടും എന്ന്, അതായത് കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞാണ് വന്നത്. പക്ഷേ അത് നടന്നില്ല. പിന്നെ അപ്പോൾ ഏപ്രിൽ 7-നാണ് ഈ ഓർഡർ വരുന്നത്. പക്ഷേ ഏപ്രിൽ 1-ന് ഈ ഓർഡർ വെച്ചല്ല, അതിന് മുമ്പേ തന്നെ കിട്ടുമെന്ന് പറഞ്ഞ് ആളുകൾ പോയിരുന്നു. പക്ഷേ അതിൻ്റെ എന്ന് മുതൽ കൊടുക്കണമെന്നുള്ള ഓർഡർ ആയിട്ടില്ല. പക്ഷേ എന്തായാലും ഇത് ഏപ്രിൽ 7-ന് ഇങ്ങനൊരു ഓർഡർ വന്നിട്ടുണ്ട്. ഡേറ്റഡ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഡേറ്റഡ് ദ 7th day of ഏപ്രിൽ 2026. അപ്പോൾ കൃത്യമായി ഒരു ഉത്തരവ് സർവീസ് പെൻഷൻകാരും മറ്റൊരു വ്യക്തിയും കൂടെ പോയി വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് 3 മാസത്തിനകം കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു തീർപ്പാകുന്നു. ഇനിയിപ്പോൾ പുതിയ ഗവൺമെൻറ് കൂടെ വന്ന സാഹചര്യത്തിൽ പഴയ 2 DR തീർപ്പാകുന്നു. ഇനിയിപ്പോൾ നമ്മൾ ടേക്കപ്പ് ചെയ്ത, അല്ലെങ്കിൽ നമ്മൾ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഒരേ ഒരു വിഷയം മാത്രമാണ് പരിഹരിക്കാനുള്ളത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോവിഡ് കാലത്തെ DRനെയും DA സംബന്ധിച്ചാണ്. അതും നമ്മൾ നിരന്തരം വീഡിയോ ചെയ്യുകയും സെൻട്രലിൽ പല ആളുകൾക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതും കിട്ടാൻ അർഹതയുണ്ട്. അപ്പോൾ അതുകൂടി ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന DR വിഷയങ്ങൾ പരിഹരിക്കപ്പെടും. അതോടൊപ്പം തന്നെ DA 8 ഗഡു കൊടുക്കുന്നത് എന്നായിരിക്കും എന്നതിനെ സംബന്ധിച്ചും ഒരു ഉത്തരവ് വരേണ്ടതുണ്ട്. DA കൊടുക്കും 6 ഗഡുക്കളായി എന്നൊക്കെയാണ് 8 ഗഡുക്കളായിട്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് 4 വർഷം കൊണ്ടാണ് കൊടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ എപ്പോൾ കൊടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനിയും ഫർദർ ഉത്തരവ് ഇറങ്ങേണ്ടതുണ്ട്. ഏതൊക്കെ മാസമാണ് എന്തൊക്കെ എന്നുള്ളത് അതും സർക്കാർ അടിയന്തരമായിട്ട് പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നു. എന്തായാലും ഇതിൻ്റെ ഉത്തരവിൻ്റെ കോപ്പി കൂടി നമ്മൾ ഇതിൻ്റെ തമ്പനയിൽ കൊടുക്കുന്നുണ്ട്, ഫ്രണ്ടിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും വളരെ കൃത്യമായൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. 3 മാസത്തിനകം തീരുമാനം ആകും. അപ്പോൾ 3 മാസം പോകില്ലായിരിക്കും. അതിനു മുമ്പേ ഗവൺമെൻറ് തീരുമാനിക്കാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ്.